നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവതിയെയും യുവാവിനെയും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് പൂച്ചക്കാട് സ്വദേശി പി അനുശ്രീയും കണ്ണൂർ ഇരിടി വിളമന സ്വദേശി വി അമൽ എന്നിവരെയാണ് മണിക്കൂറുകളുടെ ഇടവേളകളിൽ വിട പറഞ്ഞത്. എന്തിനാണ് ഇരുവരും ഈ കടും കഴി ചെയ്തത് എന്ന് ആർക്കും അറിയില്ല. അനുശ്രീക്കും അമലിനുമിടയിൽ അവസാന നിമിഷങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഉറ്റവരും സുഹൃത്തുക്കളും ഒരുപോലെ പകച്ചു നിൽക്കുകയാണ്. മംഗല്യത്തിന് തീയതി കുറിച്ചവരുടെ അപ്രതീക്ഷിത വേർപാടിൽ നാടെമ്പാടും നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ്. ഇരു കുടുംബങ്ങളുടെയും ഒരുപോലെ പിടിച്ചുലച്ച ദുരിതത്തിൽ കാരണം തേടി അങ്കലാപ്പിലാണ് പോലീസ് സംഘം. ബാങ്ക് ഉദ്യോഗസ്ഥരായ ഇരുവരുടെയും ദുരൂഹ വേർപാടിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. കർണാടകയിലെ ഹുൻസൂരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാരിയാണ് അനുശ്രീ. അമൽ എറണാകുളം MG റോഡ് SBI ശാഖയിലും ജോലി ചെയ്തു വരികയാണ്. ഇവർക്കിടയിൽ മൂന്നാമതൊരാളുടെ പങ്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വരുന്ന ഡിസംബർ 26-നായിരുന്നു ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. 2 മാസം മുൻപ് അനുശ്രീയുടെ പൂച്ചക്കാട്ടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയ ചടങ്ങുകളൊക്കെ തന്നെ ആഘോഷപൂർവ്വം നടന്നത്. സന്തോഷകരമായി മുന്നോട്ടു പോയ ബന്ധത്തിനിടയിൽ പെട്ടെന്നുണ്ടായ ഈ വൻ ദുരിതത്തിന്റെ നടുക്കത്തിൽ നിന്ന് ബന്ധുക്കൾക്ക് ഇതുവരെ മുക്തരാകാൻ സാധിച്ചിട്ടില്ല. ചൊവ്വാഴ്ച രാത്രി വൈകുന്നതുവരെ അനുശ്രീ ഹുൻസൂരിലെ ബാങ്ക് ശാഖയിൽ ജോലിയിലുണ്ടായിരുന്നു. ഈ സമയത്ത് അമൽ തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നതായി രാത്രി അനുശ്രീ തന്റെ സഹോദരിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബുധനാഴ്ച രാവിലെ വീട്ടുകാർ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അനുശ്രീ ഫോൺ എടുത്തില്ല. തുടർന്ന് പരിഭ്രാന്തരായ വീട്ടുകാർ ഹുൻസൂരിലെ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ ചെന്ന് നോക്കിയപ്പോഴാണ് അനുശ്രീയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനുശ്രീയുടെ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പകച്ചുപോയ അമൽ ബുധനാഴ്ച രാവിലെ 8:30 ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത്. പാലാരിവട്ടത്ത് സുഹൃത്തുക്കൾക്കൊപ്പം താമസിച്ചിരുന്ന അമൽ രാവിലെ 8:45 എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ മുറിയെടുത്തു. തുടർന്ന് തന്റെ ലൊക്കേഷൻ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു. സംശയം തോന്നി സുഹൃത്തുക്കൾ അമലിനെ ഫോണിൽ തിരിച്ചു വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. ഓടിയെത്തിയ സുഹൃത്തുക്കൾ ലോഡ്ജ് അധികൃതരുടെ സഹായത്തോടെ മുറിയുടെ വാതിൽ തുറന്നപ്പോഴാണ് അമലിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് ഒന്നിക്കേണ്ടിയിരുന്ന 2 പേർ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വെച്ച് ജീവനൊടുക്കിയത് എന്തിനാണെന്ന ദുരൂഹത തുടരുകയാണ്. ഇരുവരുടെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവസാന മണിക്കൂറുകളിലെ ഫോൺ കോളുകളും സന്ദേശങ്ങളും കേന്ദ്രീകരിച്ചാവും അന്വേഷണം. ഹുൻസൂരിൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ അനുശ്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വൈകിട്ടോടുകൂടി വീട്ടിലെത്തിച്ച് സംസ്കാരം നടത്തി. നാടൊട്ടുക്കെ കണ്ണീരിലോടുകൂടിയാണ് വിട പറഞ്ഞത്. എറണാകുളം നോർത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ അമലിന്റെ മൃതദേഹം കളമശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇരട്ടിയിലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പൂച്ചക്കാട് കിഴക്കേക്കര കടാമ്പള്ളിയിലെ തയ്യിൽ വീട്ടിൽ K ചന്ദ്രന്റെയും റീനയുടെയും മകളാണ് അനുശ്രീ. ശ്രീലക്ഷ്മിയാണ് സഹോദരി. ഇരട്ടി വിളമന അമ്പലത്തട്ടിൽ സുധാകരന്റെയും അനിതയുടെയും മകനാണ് അമൽ. നക്ഷത്രയാണ് സഹോദരി.